ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ വയനാട് വടക്കനാട് എന്ന സ്ഥലത്ത് 50 ഏക്കർ എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയും കുഴപ്പമില്ലാത്ത തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി അങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു നാട്ടുകാരനെ ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ ചേട്ടൻ്റെ പേരാണ് വിജയൻ. ഈ കാണുന്നതാണ് കേട്ടോ വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ ഞങ്ങളെ നാടൊക്കെ പരിചയപ്പെടുത്തുകയായിരുന്നു. ഈ റോഡ് നേരെ അവസാനിക്കുന്നത് ഒരു കാട്ടിലോട്ടാണ് പോകുന്നതെന്നും അവിടെ കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നൊക്കെയാണ് വിജയൻ ചേട്ടൻ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ആ കാണുന്ന റോഡ് നേരെ കാട്ടിലെത്തി അവിടെ അവസാനിക്കുക എന്നൊക്കെയാണ് വിജയൻ ചേട്ടൻ പറഞ്ഞു തരുന്നത്. ഞങ്ങൾ വിജയൻ ചേട്ടനോട് ചോദിച്ചു, ഇവിടെ വരയ്ക്കാൻ അറിയാവുന്ന കുറച്ച് കുഞ്ഞു മക്കൾ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചറിയുകയായിരുന്നു. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ വിനോദ്. വിനോദിന് ഇവിടെ വെച്ച് കിട്ടിയതാണ്. ഇപ്പോൾ വിനോദിന്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനോദിന്റെ കുറച്ച് അനിയന്മാരും അനിയത്തിമാരൊക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല ചിത്രം വരയ്ക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് കാണാം. ഇപ്പോൾ ഓൾറെഡി കുറച്ച് പെൻസിലും കുറച്ച് ക്രയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ ശരിക്കും? ഈ സ്ഥലം ഇത് വടക്കനാട് മേരമംഗലം അല്ലേ? അത് ശരി. നിങ്ങൾ എന്താ മെയിനായിട്ട് എന്താ ജോലിയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. ഇവിടെ മൊത്തം എത്ര വീട്ടുകാരുണ്ട് ഇപ്പൊ ഇവിടെ? 5 വീട്ടുകാരല്ലേ? ഇത് ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും മേലമംഗലം. അതായത് ഇതിന്റെ പൊക്കത്തില് വെള്ളക്കെട്ടില്. അതായത് ഇതൊക്കെ ഏത് ഭാഗത്ത് വരുന്നതാ? വടക്കനാട് ഭാഗത്ത്. വടക്കനാട് പഞ്ചായത്താണോ? പഞ്ചായത്ത് നായിക്കട്ടി പഞ്ചായത്താണ്. പഞ്ചായത്ത് നായിക്കട്ടി പഞ്ചായത്ത്. അങ്ങനെ, അത് ശരി. മേലമംഗലം അല്ലെ? അത് ശരി, പഞ്ചായത്ത്. ശരി, വടക്കനാട് അല്ലെ? നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇനിയും വിളിച്ച് ഞങ്ങൾ വരൂ കേട്ടോ. ക്ലാസ്സിൽ തരും. പെൻസില് നിങ്ങൾ ഇട്ടോളൂ. നമ്മളിങ്ങനെ അത് ഇട്ടോളട്ടാ. കേട്ടെ കട്ടർ പെൻസിൽ നമുക്ക് വരക്കാം. വരച്ചോ. കട്ടുണ്ടോ? കട്ടർ റബ്ബറൊക്കെ ഉണ്ടായത്. അത് കൊടുക്കുന്നു. റബ്ബറുണ്ട് കേട്ടാ മക്കളെ, റബ്ബറുണ്ട് കേട്ടോ എല്ലാവർക്കും. നിങ്ങൾക്ക് വേറെ പേപ്പർ വരച്ചാലോ? അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ കുട്ടികൾക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് രതീഷ് ചേട്ടൻ ഒരു ചിത്രം വരയ്ക്കുന്നതാണ്. ഒരു വീട് വെച്ചത് കൂടെ സിമ്പിൾ അല്ലേ?
തിരക്കാൻ പറ്റുമോ? വന്നു ഇതെല്ലാം പറയും വീട് പാലപ്പോ നമ്മൾ വരെ കൂട്ടാ അതിന്റെ ഒപ്പം നോക്കി ഞാനൊരു 4 മണിക്ക് വണ്ടിക്ക് ബസ്സിൽ കയറും. ആ കാറ് വേണം ബസ്സിലാണ്. ഇല്ലില്ല ഞാൻ സുഹൃത്തുക്കളാണ്. ഞാൻ കുറച്ച് കുട്ടികളാണ്. ഞാൻ ഇഷ്ടമാണ് വരച്ചോ അതല്ല വരാണ്ട അടുത്ത ഇങ്ങനെയാക്കും അതിനോട് ഇഷ്ടമാണ് അതിനെ ഞാനൊക്കെ കൂടെ വെക്കാം. ചെയ്യാനുള്ളട്ടാ എനിക്ക് ഇഷ്ടം വരയ്ക്കാൻ വേണ്ടിയാണ് പേപ്പർ മനസ്സിലേക്ക് നിൽക്കുന്നത്. ഞാനേ കുന്നമംഗലം വഴിക്കുള്ള ആരോ മരം വരയ്ക്കാറില്ല പറഞ്ഞേ ഓക്കെ മോളെ ഓക്കെ ഇവിടെ മരം മണ്ണിങ്ങനെ അടിക്കുക. നല്ല മുഖക്കല്ല സാധ്യതയുണ്ടല്ലോ. ഞങ്ങളുടെ ഈ ചാനലിൻ്റെ ആദ്യത്തെ യാത്രയുടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയുക. വരയിടങ്ങൾ തേടിയുള്ള യാത്ര അവസാനിക്കുന്നില്ല.